നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കേരള PSC നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിശീലിക്കാം. അപ്പോൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് നമ്മൾ ആൻസേഴ്സ് ഇവിടെ നോക്കുന്നതും ചർച്ച ചെയ്യുന്നതും. അപ്പോൾ ആൻസേഴ്സിലേക്ക് നോക്കാം. വളരെ 100 ചോദ്യങ്ങൾ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിച്ച് ഏതൊക്കെയാണെന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആറ്റിങ്ങൽ കലാപം, ചാനാർ കലാപം, ഒന്നാം പഴശ്ശി കലാപം, കുളച്ചൽ യുദ്ധം. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി, കുളച്ചൽ യുദ്ധം. ആൻസർ ഓപ്ഷൻ ഡി, കുളച്ചൽ യുദ്ധം. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ്? ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പേറ്റൺ, തോമസ് ജോൺസ് ബാർക്കർ, അമൃത ഷെർഗിൽ, നന്ദലാൽ ബോസ്. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രസിദ്ധമായ ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജോസഫ് നോയൽ പേറ്റൺ. ജോസഫ് നോയൽ പേറ്റൺ. ജോസഫ് നോയൽ പേറ്റൺ. ഇൻ മെമ്മോറിയം, ജോസഫ് നോയൽ പേറ്റൺ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം? ഒന്നാമത്തേത് ആനി ബെസന്റ്, നമ്പർ 2 ഡേവിഡ് ഹാരെ, നമ്പർ 3 എസ് സുബ്രഹ്മണ്യ അയ്യർ, നമ്പർ 4 ലോകമാന്യ തിലക്. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി, ആനി ബെസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക്. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആരെല്ലാമാണ്? ആനി ബെസന്റ്, എസ് സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക് എന്നിവരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്, വേൾഡ് ഹിസ്റ്ററിയിൽപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ടിപ്പു സുൽത്താൻ. ഓപ്ഷൻ സി, ടിപ്പു സുൽത്താൻ. ഇത് SCRT ഹിസ്റ്ററി കണ്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ഉണ്ട് കേട്ടോ അവിടെ. ഓക്കെ, 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ, അന്താരാഷ്ട്ര ധാന്യവർഷം, അന്താരാഷ്ട്ര കർഷക വർഷം, അന്താരാഷ്ട്ര ചെറുധാന്യവർഷം, അന്താരാഷ്ട്ര ഒട്ടകവർഷം. 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി, അന്താരാഷ്ട്ര ഒട്ടകവർഷം. അന്താരാഷ്ട്ര ഒട്ടകവർഷം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം ഏതാണ്? ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സൂര്യ സമീപന ദിനം ഏതാണ്? ജനുവരി 3, മാർച്ച് 21, ജൂലൈ 4, ഡിസംബർ 22. ആൻസർ ഓപ്ഷൻ എ, ജനുവരി 3. ഓപ്ഷൻ എ, ജനുവരി 3. ഇനിയുള്ളത് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും മാത്രം നമുക്ക് നോക്കി പോവാം. അടുത്തത്, നമ്മുടെ രാജ്യത്തിലെ ധാരാതലീയ ഭൂപടങ്ങൾ ടോപ്പോഷീറ്റ് നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഡെറാഡൂൺ. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൃഷ്ണ നദി. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ നദി. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണേത്? കൃഷ്ണ നദി. അടുത്തത്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയുടെ ദേശീയ ജലപാത
കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയുടെ ദേശീയ ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ സി NW3. ഓപ്ഷൻ സി NW3. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അനുവാദിനി. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിക്കുള്ളൂ, ഉത്തരം 2 ടൈംസും പറയുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ പോകുന്നുണ്ട് ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതൊക്കെയാണ്? പ്രസ്താവന 1 മഹലനോബിസ് മാതൃക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. 2 മനുഷ്യവിഭവശേഷി വികസനം ആയിരുന്നു ലക്ഷ്യം. 3 വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 4 വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ആൻസർ ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തതാണെന്ത്? ബന്ധമില്ലാത്ത പ്രസ്താവന. രണ്ടാമത്തതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ മഹലനോബിസ് മാതൃക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ്. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകളാണ് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത്. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1ഉം 4ഉമാണ് പ്രസ്താവനകൾ. പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ എ 1ാം സ്ഥാനം. 1ാം സ്ഥാനമാണ് പാലിൻ്റെയും പയർ ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ ഇന്ത്യക്ക് ഉള്ളത്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അരവിന്ദ് പനഗിരിയ. അരവിന്ദ് പനഗിരിയാണ് 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി അവരോധിക്കപ്പെട്ടത്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവനകൾ നോക്കാം. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. സാർവത്രിക വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ജനസംഖ്യാനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിൻ്റെ സീറ്റുകൾ അനുവദിച്ചിരുന്നു. ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ 1ഉം 3ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. ഉത്തരം നിങ്ങളൊന്നുകൂടി പോസ് ചെയ്തിട്ട് അത് കൃത്യമായി വായിച്ചെടുക്കണം. താഴെ തന്നിരിക്കുന്ന ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ അവശിഷ്ടാധികാരങ്ങൾ കോളം ബി യുമായി യോജിപ്പിച്ചാൽ ശരിയായവ കണ്ടെത്തുക. എയും ബിയും ശരി ഓപ്ഷൻസ് അതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ് ശരിയായ ഓപ്ഷൻസ് ആണ്. ഭൂമി സംസ്ഥാന ലിസ്റ്റ് ശരിയായ ഓപ്ഷൻസ് ആണ്.
തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ്. ഭൂമി സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന കാര്യവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. അടുത്തത്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 243 അനുച്ഛേദം 243 കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, റവന്യൂ വകുപ്പ് മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാൻ. കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇവയൊന്നും ഉൾപ്പെടുന്നില്ല. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടി 1ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു ആ സമിതിയുടെ അധ്യക്ഷൻ? സി അച്യുതമേനോനായിരുന്നു ഭൂപരിഷ്കരണ കമ്മിറ്റി സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു രാജ്യമാണ് ടെസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യ. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ദൃഷ്ടിപടലം. ജമുനാപ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി, ആട്. കുരങ്ങ് പനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വൈറസ്. WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്വിറ്റ്സർലൻഡ്. എന്താണ് ശരണ്യ പദ്ധതി? ആൻസർ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. വിറ്റമിൻ B12 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബെറിബെറി. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം? സൗദി അറേബ്യ. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം മൂലം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ പാസ്കൽ നിയമം. ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഇലക്ട്രോൺ ഡൈനാമിക്സ്. ചേരുംപടി ചേർത്തെഴുതുക. ആൻസർ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ബോയിൽ നിയമം 4ാമത്തേതാണ്. P is inversely proportional to volume എന്നുള്ള പ്രഖ്യാപനം. ഡാൾട്ടൺ നിയമം P പൊട്ടൻഷ്യലാണ്. ഇത്രയും ഡീറ്റെയിൽഡായ സംഭവങ്ങൾ ഞാൻ ഫിസിക്സിൻ്റെ അല്ല. അവഗാഡ്രോ നിയമം 5ാമത്തേതാണ്. ചാൾസ് നിയമം 2ാമത്തെ പ്രസ്താവനയുമാണ്. V is ടെമ്പറേച്ചറാണ്. N ഉം P യും സ്ഥിരമായിരിക്കും.
സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിൻ്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, റോസ്റ്റിംഗ്. ഒഗാനസ്റ്റോൺ എന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, കൃത്രിമ മൂലകം. (2023) രസായന നോബൽ പുരസ്കാരം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ക്വാണ്ടം ഡോട്ട്സ്. മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലക്രമമനുസരിച്ച് ക്രമപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, ജി ശങ്കരക്കുറുപ്പ് ആദ്യം, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, എം ഡി വാസുദേവൻ നായർ. ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപ്പിള്ള, എം ഡി വാസുദേവൻ നായർ. ശങ്കര, പൊറ്റക്കാട്, ശിവശങ്കരപ്പിള്ള, വാസുദേവൻ നായർ. ശങ്കരൻ, പൊറ്റക്കാട്, ശിവശങ്കരപ്പിള്ള, വാസുദേവൻ നായർ. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ്? യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചവിട്ട് നാടകം. കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, ഒരു ദൃശ്യകലയാണ്. പച്ച, കരി, കത്തി, താടി എന്നിവ വിവിധ വേഷങ്ങളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, തലശ്ശേരി. താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാനാമങ്ങൾ ശരിയായി തിരഞ്ഞെടുത്തെഴുതുക. ആശാമേനോൻ കെ ശ്രീകുമാർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരി. ആശാമേനോൻ ശരിയാണ്, ഒളപ്പമണ്ണയും സുബ്രഹ്മണ്യ. തൂലികാനാമങ്ങൾ മറ്റു പകരം പദം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കോഴിക്കോട്. 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ? ആൻസർ ഓപ്ഷൻ സി, ഇഗ സ്വിയാടെക്. ഇഗ സ്വിയാടെക്, ഫ്രഞ്ച് ഓപ്പൺ സിംഗിൾസ് ചാമ്പ്യൻ. വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ഡി, HTML. HTML. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിലെത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ? സേവനം. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഐരാവത്. 2000 വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി, മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണറാണ് ചെയ്യുക. സംസ്ഥാന ഗവർണറാണിത് ചെയ്യുക. ഇനി മുതിർന്ന പൗരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മുതിർന്ന പൗരൻ എന്ന് പറയുമ്പോൾ ആരാണ്? ആൻസർ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ അയാൾ മുതിർന്ന പൗരൻ ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരൻ ആകാം? ആൻസർ ഓപ്ഷൻ ഡി, എയും ബിയും. ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ പരാതിക്കാരനാവാം. കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റോ പരാതിക്കാരനും ആകാൻ പറ്റും. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം
കുട്ടി എന്ന പദം ആരാണ്? കുട്ടി എന്ന പദം ആരാണ്? ആൻസർ 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ്. ഓക്കെ.